ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് ഈ 9 നക്ഷത്രക്കാർ. ആദിത്യൻ മകരം കുംഭം രാശികളിൽ, അവിട്ടം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലും ചൊവ്വ മകരത്തിൽ തുടരുന്നു. അതുപോലെ ചൊവ്വയുടെ മൗഢ്യസ്ഥിതിക്ക് മാറ്റമില്ല. ബുധനും ശുക്രനും കുംഭത്തിലാണ്. ശനി മീനം രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിൽ തുടരുകയാണ്. ഈ ഗ്രഹനിലയെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ 2026 ഫെബ്രുവരി 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആരോഗ്യപരമായി വളരെയധികം മെച്ചം അനുഭവപ്പെടുന്ന വാരമാണ്. വിവാഹാലോചനകൾ ലക്ഷ്യം കാണും. തൊഴിൽപരമായി എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. അത്യാവശ്യമായ യാത്രകൾ ഈ ആഴ്ച വേണ്ടിവരുന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്തിൽ അന്യരുടെ ഇടപെടലുകൾ വളരെയധികം വിഷമതകൾക്ക് ഈ ആഴ്ച കാരണമാകും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച തൊഴിലിൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന വിജയം കൈവരിക്കും. ദേശം വിട്ടുള്ള യാത്രകൾ പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് രോഗദുരിതം, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം തന്നെ അധികരിക്കുവാൻ സാധിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ഈ ആഴ്ച ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച പ്രത്യേക രീതിയിലുള്ള ഒരു കാരണവുമില്ലാതെ ശാരീരികവും മാനസികവുമായി വളരെയധികം ക്ഷീണം അനുഭവപ്പെടും. പ്രധാന തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും വിജയം കാണണമെന്നില്ല. ഗൃഹസൗഖ്യം കുറയുന്നതാണ്. അനാവശ്യമായ ചെലവുകൾ മൂലം മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുവാനും ഈ ആഴ്ച ഇടവരുന്നതാണ്. അതുപോലെ ബന്ധുക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വിദേശ ജോലിക്കുള്ള ശ്രമം നടത്തുന്ന ആളുകളാണെങ്കിൽ വിജയം കാണുന്നതാണ്. സൗഹൃദ സഹായം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന വാരമാണ്. അതുപോലെ തന്നെ ധനപരമായ അധിക ചെലവുണ്ടാകും. ലഹരി വസ്തുക്കളിൽ നിന്നും വിടുതൽ നേടുവാൻ സാധിക്കുന്നതാണ്. ബന്ധുജന സഹായം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ ഈ ആഴ്ച മറികടക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മനസ്സിനെ അലട്ടുന്ന അനാവശ്യ ചിന്തകളെല്ലാം മാറി വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന വാരം കൂടിയാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഭക്ഷണ സുഖം ലഭിക്കും. അതുപോലെ പുതിയ വസ്ത്ര ആഭരണ ലാഭം, മനസ്സുഖം എന്നിവ പ്രതീക്ഷിക്കാം. അലങ്കാര വസ്തുക്കൾക്കായി പണച്ചെലവ് വന്നു ചേരുന്നതാണ്. ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം എല്ലാവിധ ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുള്ള വാരമാണ്. വിശ്രമം കുറയും. അതുപോലെ എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യങ്ങൾക്ക് പോലും വളരെയധികം തടസ്സങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ മൂലം അപവാദം കേൾക്കുവാൻ ഇടവരുന്നതാണ്. ഭക്ഷണസുഖം പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടുവാനും ഇടയുള്ള കാലമാണ്. ചെവി, കണ്ണ് എന്നിവയ്ക്ക് രോഗബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ഉന്നത തലത്തിൽ വിജയിക്കുവാനും തൊഴിൽ ലഭിക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആരോഗ്യ വിഷമതകളെല്ലാം തന്നെ ഈ ആഴ്ച ശമിച്ചു കിട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം.
മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമം വരുത്തേണ്ടി വരും. ഗൃഹ അന്തരീക്ഷത്തിൽ ശാന്തത, മറ്റുള്ളവരുമായി മികച്ച സൗഹൃദ ബന്ധം സ്ഥാപിക്കുക, മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരിക, ഇവ ഈ ആഴ്ചയുണ്ടാകും. അതുപോലെ ബന്ധുഗുണം വർദ്ധിക്കുന്ന കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ ചതിവ് പറ്റുവാൻ സാധ്യതയുള്ള വാരമാണ്. പിതാവിന് അരിഷ്ടതകൾ, അനുകൂലമായി നിന്നിരുന്ന ആളുകൾക്ക് മാനസികമായി വിരോധമുണ്ടാകുക, അനാരോഗ്യം മൂലം യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ വഴി വളരെയധികം സഹായം ഈ ആഴ്ച വന്നു ചേരും. പ്രധാന തൊഴിൽ നിന്നല്ലാതെ മറ്റു രീതിയിലുള്ള അപ്രതീക്ഷിത വരുമാനം വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനനഷ്ടം വന്നു ചേരും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കുന്നതാണ് ഈ ആഴ്ച ഉത്തമം. അതുപോലെ തന്നെ വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാൻ ഇടയുള്ള കാലമാണ്. ബന്ധുജന സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഈ ആഴ്ച അനുകൂലമല്ല. തൊഴിൽ അന്വേഷണത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിവാഹ ആലോചനകളിൽ ശുഭകരമായ തീരുമാനം ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. താൽക്കാലിക ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്താന ഗുണം അനുഭവിക്കുവാൻ കഴിയും. അതുപോലെ ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയാൽ സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ ഈ ആഴ്ച മാറിക്കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കുവാനും ഈ ആഴ്ച ഇടയുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ഇഷ്ടസ്ഥാന ലബ്ധിയുണ്ടാകും. പണച്ചിലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന വാരമാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വാഹനത്തിനായി അപ്രതീക്ഷിതമായി പണം മുടക്കേണ്ട ഒരു സാഹചര്യം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പുതിയ ആഭരണം വാങ്ങുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഉപഹാരങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടി വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. അതുപോലെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, അതുപോലെ മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാഹചര്യം വന്നു ചേരും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്ന കാലമാണ്. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നും മോചനം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരുവാനും ഇടയുള്ള കാലമാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉത്തരവാദിത്തം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാനസികമായി ഇതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച സാധിച്ചു കിട്ടും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിതത്തിൽ വളരെയധികം സൗഖ്യം വർദ്ധിക്കുന്നതാണ്. വിവാദപരമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്ന കാലമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വാഹനം വാങ്ങുവാനുള്ള നല്ല തീരുമാനമുണ്ടാകും. ശ്വാസകോശ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലമാണ്. ദീർഘയാത്രകൾ കഴിവതും ഈ ആഴ്ച ഒഴിവാക്കുക. പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനും യോഗമുള്ള കാലമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വരും. മാനസികമായി പിരിമുറുക്കം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിച്ച വിജയം ലഭിച്ചെന്നു വരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ട ഒരു സാഹചര്യം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാനുള്ള ഭാഗ്യമുണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗം ഉള്ള കാലമാണ്. യാത്രകളിൽ അധിക ശ്രദ്ധ പുലർത്തുക. സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. അതുപോലെ മനസ്സിനെ അനാവശ്യമായ ചിന്തകൾ അലട്ടുവാനും സാധ്യതയുള്ള കാലമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ബിസിനസ്സിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സുഖം വർദ്ധിക്കും. ചിട്ടി, ഭാഗ്യക്കുറി, ലോട്ടറി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം വന്നുചേരും. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ഇരുചക്രം വാങ്ങുവാനുള്ള തീരുമാനമുണ്ടാകുന്നതാണ്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉദയം ചെയ്യുന്ന വാരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിലെല്ലാം തന്നെ കൃത്യത പുലർത്തുവാൻ സാധിക്കുന്നതാണ്. കടം നൽകിയ പണം തിരികെ ലഭിക്കുവാനും ഈ ആഴ്ച ഭാഗ്യമുണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ആഴ്ച അനായാസനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അകന്നിരുന്ന കുടുംബ ബന്ധുക്കൾ അടുക്കുവാനുള്ള യോഗവും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഈ ആഴ്ച വിജയം പ്രതീക്ഷിക്കാം. ഭക്ഷണ സുഖമുണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും ശമിച്ചു കിട്ടുന്ന കാലമാണ്. തീർത്ഥാടന യാത്രകൾ നടത്തുവാൻ സാധിക്കും. പുതിയ ഭൂമി വാങ്ങുവാനുള്ള യോഗമുണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായ നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. താൽക്കാലിക ജോലികളെങ്കിലും ഈ ആഴ്ച സ്ഥിരപ്പെട്ട് കിട്ടുന്ന കാലമാണ്. വ്യാപാര വിജയം പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന കാലമാണ്. ദീർഘദൂര യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ പ്രണയ സാഫല്യമുണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ സമ്മാനമായി വന്നു ചേരുവാനുമുള്ള ഭാഗ്യം വന്നു ചേരും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുന്ന കാലമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ബന്ധുഗുണമുണ്ടാകും. അതുപോലെ തന്നെ അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെയധികം ഉയരുന്ന വാരമാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം നേട്ടങ്ങളാണ് ഈ ആഴ്ച നിങ്ങൾക്ക് വന്നു ചേരുക. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ വിഷമതകളിൽ നിന്നും ശമനം ലഭിക്കുന്ന കാലമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വ്യവഹാര വിജയം, പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, അതുപോലെ ഒന്നിലധികം ദീർഘദൂര യാത്രകൾ ഉണ്ടാകുക, ഇവ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. വിശ്രമം വളരെയധികം കുറയും. മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരുന്ന കാലമാണ്. അഭിമാനക്ഷയം സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തമ സന്താന യോഗമുള്ള കാലം കൂടിയാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച വന്നെത്തിയിരിക്കുന്നത്.
അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രശസ്തിയും ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഔദ്യോഗികപരമായ പല യാത്രകളും ഈ ആഴ്ചയുണ്ടാകും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അന്യരുടെ സഹായം വന്നു ചേരും. ബിസിനസ് നടത്തുന്നവർക്ക് വിജയം ഈ ആഴ്ച ഉറപ്പാണ്. അതായത് നിങ്ങളുടെ ദേഹസുഖം വളരെയധികം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതിയും ഈ ആഴ്ച ദൃശ്യമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസമുണ്ടാകും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽ പെടുവാനും ഇടയുള്ള കാലമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. രോഗാതി ദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുന്ന വാരമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ നിമിത്തം വളരെയധികം നേട്ടങ്ങളും ഈ ആഴ്ച വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.